ചെയ്യുന്ന റബ്ബിന് സ്തുതി, അൽഹംദുലില്ലാ. ഇതെല്ലാം എത്തിച്ചു കൊടുക്കാനും നമുക്ക് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട രീതിയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ തെറ്റില്ലാതെ തജ്വീദ് നിയമത്തോടെ ഓതാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഞാനിതൊന്ന് ഓതട്ടെ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഇങ്ങനെയാണ് എൻ്റെ അറിവിൽ കിട്ടിയത് വെച്ചാണ് ഞാൻ ഓതിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇമാമിങ്ങൾ ആലിമീങ്ങളൊക്കെ ഓതിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ട് ഓതാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരാം. ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം നമ്മളിത് ഓതുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിശാചിൻ്റെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ പിശാചിൽ നിന്ന് കാവലിനെ ചോദിച്ചോണമെന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അലം അഹ്ദിലേക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്വാന ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലാഹു ഇത്രയും സ്ഥലത്ത് എൻ്റെ ആദം സന്തതികളെ നിങ്ങളെ വഴി പഠിപ്പിക്കാനും വേണ്ടിയിട്ട് പിശാച് കരാറ് വാങ്ങി വന്നിട്ടുണ്ട്, നിങ്ങൾ അതിൽ നിന്ന് കാവലിനെ ചോദിച്ചോണം. പിന്നെ 1,24,000 അമ്പിയ മുസ്ലിങ്ങളെ അയച്ചിട്ട് നമുക്ക് ബോധനം തന്നിട്ടുണ്ട്. പിശാച് അള്ളാഹുവിൽ നിന്ന് അഹങ്കരിച്ച് അള്ളാഹു അനുസരിക്കാതെ അള്ളാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞ് സുജൂദ് ചെയ്യാതെ മനുഷ്യരെ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് പറഞ്ഞിട്ട് ചെയ്യാത്ത കാരണം എല്ലാ മലക്കുകളും സുജൂദ് ചെയ്ത് പിശാച് സുജൂദ് മാറിയെന്ന്. എന്നിട്ട് പിശാച് അവിടെ വെച്ചാണ് അള്ളാഹു സുജൂദ് ചെയ്യാത്ത കാരണം ചോദിച്ചോ പറഞ്ഞ് എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചതാണ്, മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ സുജൂദ് ചെയ്യൂല എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ അഹങ്കരിച്ച് ഇപ്പോൾ തന്നെ അള്ളാഹു ശപിച്ച് പിശാചിനെ പുറത്താക്കി. പക്ഷേ അവിടെ വെച്ച് തന്നെ പിശാച് ഒരു കരാറ് വാങ്ങിച്ചുകൊണ്ട് വന്നുപോയി. എങ്ങനെയാണ്? പടച്ചോനെ, ഈ മനുഷ്യൻ കാരണമാണ് ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് കിയാമം വരെ വരുന്ന ജനങ്ങളെ വഴി പിഴപ്പിക്കാനുള്ള അനുവാദം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അനുവാദം കൊടുത്തു. എങ്ങനെയാണ് അനുവാദം കൊടുത്തത്? ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു, പക്ഷേ നീയും നിന്നെ പിൻപറ്റി വരുന്ന നിൻ്റെ കൂട്ടാളികളും നിന്നോടൊപ്പം നരകത്തിലായിരിക്കുമെന്ന്. എന്നിട്ട് നമുക്ക് പ്രബോധനം തരുന്നതിന് വേണ്ടിയിട്ട് 1,24,000 അമ്പിയ മുസ്ലിം അയച്ച് നമുക്ക് ബോധനം തന്നിട്ടുണ്ട്. നമുക്ക് അത് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ നിയമ തഫ്സീറൊക്കെ എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിശാചിന് അള്ളാഹു പറഞ്ഞ് ഖുർആൻ ഓതുമ്പോൾ നിങ്ങൾ പിശാചിൻ്റെ ശരീരം കാവലിനെ ചോദിച്ചോണമെന്ന്. എങ്ങനെയാണ് പിശാച് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പം വണ്ടി കയറുമ്പോഴത്തേക്ക് ഡ്രൈവർമാർ വണ്ടി കയറുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് കെട്ടൂലേ? എന്തിനാണ് കെട്ടുന്നത്? സീറ്റ് ബെൽറ്റ് ഇടുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. സേഫ്റ്റി ബെൽറ്റ് നമ്മൾ കെട്ടാറുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു തആല പറഞ്ഞ് നിങ്ങൾ പിശാച് നിങ്ങൾ കടന്നുകൂടാതിരിക്കാൻ നിങ്ങൾ പിശാചിൻ്റെ ശരീരം നിന്ന് കാവലിനെ ചോദിക്കണം. കാവലിനെ ചോദിക്കണമെങ്കിൽ നമ്മൾ തെറ്റില്ലാതെ പറയണം. എങ്ങനെ തെറ്റില്ലാതെ പറയണ്ടേ? ഔദു എന്ന് പറയുന്ന ദാലിന് പുള്ളിയുള്ള ദാലാണ്, ഔദു അല്ല, ഔദു. അത് കറക്റ്റ് ആക്കണം. ഔദു ബില്ലാഹി മിനശ് ശൈത്വാൻ പറയുന്ന ഷീന് ശബ്ദമുണ്ട്, 2 അക്ഷരം. റാക്ക് ശബ്ദമുണ്ട്, തോ ആണ്, താ അല്ല. അപ്പോൾ കറക്റ്റിന് ഓതിയെങ്കിലേ പിശാചിൻ്റെ കെട്ടുപിടി പിശാച് നമ്മളെ അടുക്കാതിരിക്കത്തുള്ളൂ. നമുക്കത് കഴിയാത്തത് കൊണ്ടാണ് പിശാച് പല രീതിയിൽ നമ്മളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റിന് തന്നെ പറയാൻ ശ്രമിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ പറയാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉണ്ടോ? പരമകാരുണ്യനും കരുണാനിധിയും അല്ലാഹുവിൻ്റെ നാമത്തിനെയാണ്. അതിന് റാക്ക് ശബ്ദമുള്ള ശബ്ദം ശ്രദ്ധിക്കണം, 2 അക്ഷരമാണ്. ആരും മറന്നു പോകരുത്. അത് കട്ട് ചെയ്യ തന്നെ പറയണം ഇത്തിരി. ഇനി ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ ബാന് ശബ്ദമുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബാന് ശബ്ദമുള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി കട്ടിക്ക് പറയണം. ഇനി നമ്മൾ ഷെദ്ദില്ലാന്ന് പറഞ്ഞു നോക്കിയേ, ബായുടെ ഷെദ്ദില്ലാന്ന് പറഞ്ഞു നോക്കിയേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ, ലാലമീൻ എന്നേ കിട്ടൂ. റബ്ബിൽ ആലമീൻ എന്ന് പറയണമെങ്കിൽ ബാൻ്റെ ഷെദ് കട്ടിക്ക് നമ്മൾ പറയണം. റബ്ബിൽ ആലമീൻ എന്നെങ്കിൽ അതിന് കിട്ടത്തോ, അല്ലെങ്കിൽ അതിനങ്ങ് പോവും. അതിന് പോയിട്ട് ആ ഭാഗത്ത് എന്തൊരു ലാലമീൻ, അർത്ഥം മാറും. സർവ്വലോക സംരക്ഷകന അള്ളാഹുനാവുന്ന സർവസ്തു എന്നാണ് അർത്ഥം. അർ-റഹ്മാനി റഹീം റാക്ക് ശബ്ദമുണ്ട്, കറക്റ്റിന് പറയണം. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ദാന് ശബ്ദമുണ്ട്. പ്രതിഫലം നൽകുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ മാലിക് യൗമിദ്ദീൻ ശ്രദ്ധിക്കാതെ ദാന് ശബ്ദ് പറയാതെ പറഞ്ഞാൽ ജീവിത വ്യവസ്ഥയുടെ ഉടമയെന്നായിപ്പോവും. അടുത്ത ആയത്ത് ശ്രദ്ധിക്കണേ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക ഇയ്യ അല്ല ഇയ്യ. അപ്പോൾ ഈ നമ്മൾ നല്ലോണം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അങ്ങനെ പറയണം. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്യുന്നു. ഇനി യായുടെ ഷെദ് പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? എങ്ങനെയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മളിപ്പം കൈ കെട്ടിയിട്ട് ധൃതിക്ക് അങ്ങോട്ട് കയറിയിട്ട് ചടവട നിസ്കരി ഇങ്ങനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? അങ്ങനെ ഓതിയാൽ നമ്മൾ യാക്ക് ഷെദ്ദില്ലാതെ ശ്രദ്ധിക്കാൻ നമ്മൾ ഓതിയാൽ അർത്ഥം വരുന്നത് സൂര്യപ്രഭയെ ഞാൻ ആരാധിക്കുന്നു, സൂര്യപ്രഭയോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നായിപ്പോവും. സൂര്യനെ ആരാധിക്കുന്ന ആരാ? കാഫിരീങ്ങൾ. അപ്പോഴും അർത്ഥം നേരെ മറിച്ചായിപ്പോ. അപ്പം വള്ളം എന്ന് പറയേണ്ടിടത്ത് നമ്മൾ വളമെന്നായി പോകുന്നു, കുട്ടയെന്ന് പറയേണ്ടടുത്ത് കുടയെന്നായി പോകുന്നു. അർത്ഥം മാറിയില്ലേ? അതുപോലെ ഖുർആനിലും ഷെദ് പറഞ്ഞില്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ എന്നെ പറയണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന എന്ന് പറയുന്നിടത്ത് ഈ ഹാ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇഹ്ദിന നമ്മൾ ഈ ഹാർട്ടിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് ഒരു അനക്കം പോലെ വരും. ആ ഹാ പറയാം, ഇഹ്ദിന എന്ന് പറയണം. ഇഹ്ദിന സ്വാദിന് ശബ്ദമുണ്ട്. ഇഹ്ദിന സിറാത്തോ ആണ്, താ അല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലദീന ദാന് പുള്ളിയുള്ള ദാല് ശ്രദ്ധിക്കണം. അൻഅംത ശ്രദ്ധിക്കണം. പിന്നെ വലദ്ദാല്ലീൻ വാദിന് ശബ്ദമുണ്ട്, മദ്ദുണ്ട്. 6 വിരൽ മടക്കുന്ന അത്ര സമയം നീട്ടി കൊടുക്കണം. എങ്കിലേ വാദിൻ്റെയും ലാമിൻ്റെ ശബ്ദ് കിട്ടൂ. പടച്ചവൻ ഇത് നിയമം അനുസരിച്ച് തന്നെ ഓതാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളിത് ഓതുകയും ഇത് തജ്വീദ് നിയമം അനുസരിച്ച് ഓതുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും കുടുംബത്തോടെ മക്കൾക്കായാലും നമ്മളെ മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും നിങ്ങളിത് ഇതനുസരിച്ച് ഓതി കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ജാരിയ സദഖയായി സ്വീകരിക്കട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തെ അല്ലാഹു തആല നമുക്ക് ഇറക്കിത്തന്ന ഖുർആനാണ്. ഈ പരിശുദ്ധ ഖുർആൻ നിയമം അനുസരിച്ചും തജ്വീദ് നിയമം അനുസരിച്ച് തന്നെ ഓതാനും അതിൻ്റെ പ്രതിഫലം 70,000 കൂലി മേടിക്കാനും ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ ഉത്തമമായ പരിശുദ്ധമായ റമദാൻ നമുക്ക് തരാമെന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്ർ നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഈമാനോടുകൂടി മരിച്ച് കലിമ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ എത്താനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ ഉസ്താദ് ഓതുന്നത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉസ്താദ് എന്തുകൊണ്ട് മണിക്കുന്നു, എന്തുകൊണ്ട് ഉസ്താദ് നൂനും തൻവീന് ശേഷം 6 അക്ഷരങ്ങൾ വരുമ്പോൾ വെളിവാക്കുന്നു, 15 അക്ഷരത്തിന് മുമ്പ് നൂനും തൻവീനും ഇപ്പം മണിക്കുന്നു, മറ്റ് ലാമ് റാഹ്
മുമ്പ് നൂനും തൻവീനും ഇപ്പം മണിക്കുന്നതുമില്ല, നൂനെയും തൻവീനെയും വെളിവാക്കുന്നതുമില്ല. അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഉസ്താദ് ഓതുന്നു. പിന്നെ ബാക്കി മുമ്പ് നൂനും തൻവീനും വന്നപ്പോൾ അതിനെ മിയമാക്കി മാറ്റുന്നു. പിന്നെ മദ്ദ് വന്നപ്പോൾ ഉസ്താദ് നീട്ടുന്നു. ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ ഉസ്താദിൻ്റെ ഖുർആൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തജ്വീദ് അപ്പോഴത്തേക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ ഇട്ട് തരാം, നിങ്ങളൊന്ന് കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. ألف لام ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون. ألا إنهم هم المفسدون ولكن لا يشعرون. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء. ألا إنهم هم السفهاء ولكن لا يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون. الله ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിൽ